അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ദുബായിലത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്ന് നൈറ്റ് 9:30ക്കാണ് ഫ്ലൈറ്റ്, 6:30ക്ക് ചെക്ക് ഇൻ ചെയ്യണം. പക്ഷെ ഞങ്ങൾ അതിന് നേരത്തെ പോവാണ്. ഇപ്പം സമയം 4 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നേരത്തെ പോവാണ്. ഞങ്ങൾ രാവിലെ എത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കിടന്ന് നല്ലൊരു ഉറക്കമിറങ്ങി. അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് പിന്നെ റെഡിയായി നേരെ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമൊക്കെ കാണിച്ചു തരാം. നല്ല റൂമും നല്ല സൗകര്യമൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഡോറുണ്ട്, നല്ലൊരു കണ്ണാടിയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 2 ബെഡുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ടേബിൾ പോലെയുണ്ട്. വലിയൊരു കബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു ചെയേഴ്സും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എമിറേറ്റ്സ് ഞങ്ങൾക്ക് ഫ്രീ ആയി തന്ന സ്റ്റേയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടും എഗെയിൻ ഈ ഷട്ടിൽ സർവീസിൻ്റെ ബസ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ, ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ചേട്ടൻ മലയാളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. വേഗം തന്നെ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒട്ടും ലാഗൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ വന്നിറങ്ങിയ ടെർമിനലിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ടെർമിനൽ 3ലേക്കായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ അവിടെ നിന്നാണ്. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 3:30 കൂടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം ലേറ്റ് ആവാണ്ട് മെട്രോക്ക് വന്നു. മെട്രോയിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ഞങ്ങൾ അടുത്ത ഈ ടെർമിനലിലേക്ക് എത്തി. അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ഡിപ്പാർച്ചർ കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതിൻ്റെ ഒരു 3 hours മുന്നാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് ഗേറ്റാന്ന് അറിയുള്ളൂ. പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഈ കാണുന്നത് മുഴുവൻ ദുബായ് എയർപോർട്ടിലെ പല പല ഭാഗങ്ങളാണ്. നിങ്ങൾ പല വീഡിയോസിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കാണാനും നല്ല ഭംഗിയുള്ള ഒരു എയർപോർട്ടൊക്കെയാണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ മുഴുവനൊന്നും കണ്ടില്ല, ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ നിന്ന് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ്. ഈ ദുബായ് ഡ്യൂട്ടി ഫ്രീയിലത്തെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ ലെയർ ഉണ്ട്, അപ്പം എന്നൊന്ന് കറങ്ങി കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഷോപ്പുകളുള്ളതും ഈ കുപ്പികളുടെയും അതേപോലെ തന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചോക്ലേറ്റിൻ്റെ സെഷനിലേക്ക് പോയപ്പോൾ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതും ഗൾഫ് ചോക്ലേറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് അവിടുത്തെ കിറ്റ്കാറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെയും കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് നട്ട്സും അങ്ങനത്തെ വാങ്ങിച്ച് ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും കറങ്ങി നടന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ടൈം ആയപ്പോഴേക്കും ഞങ്ങളുടെ ഗേറ്റ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് അവിടെ മലയാളികൾ ഞാൻ പറഞ്ഞല്ലോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഫ്ലൈറ്റിൽ കയറുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ ക്യാരി ഓൺ ബാഗൊക്കെ അവർ ചെക്ക് ഇൻ ബാഗായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഇനി ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് വരാണെങ്കിൽ ജസ്റ്റ് 3.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നാട്ടിലെത്തും. അപ്പോഴേക്ക് ഫുഡൊക്കെ വന്നു. ഒരു ബിരിയാണി പോലത്തെ അങ്ങനെ ഒരു റൈസും രസമലായി, പിന്നെ കുറച്ച് ചാട്ട് അങ്ങനത്തെ ടേസ്റ്റുള്ള കുറച്ച് പൊട്ടേറ്റോസും, പിന്നെ കുറച്ച് നട്ട്സും അങ്ങനത്തെ ആസ് യൂഷ്വൽ. പിന്നെ എമിറേറ്റ്സിൻ്റെ ഫുഡ് പാക്കേജിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഫുഡ്. പിന്നെ ഞങ്ങൾക്കിതിൽ കാണാമായിരുന്നു ഒരു 3.5 മണിക്കൂർ പോയ സ്പീഡ് അറിയില്ല. പിന്നെ നൈറ്റ് ആയിരുന്നു, അപ്പോൾ നല്ല ഉറക്കം വരണ സമയമായിരുന്നു. പക്ഷേ നാട്ടിലെത്തേണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങൾ നാട്ടിൽ, അതായത് കൊച്ചിയിൽ ലാൻഡ് ചെയ്യാണ്. ഞങ്ങൾ വന്നിറങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അവിടെ. പക്ഷേ ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങി. പിന്നെ ബാഗേജ് കളക്ട് ചെയ്യാൻ നിൽക്കായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു 4 പെട്ടി വേഗം കിട്ടി. പിന്നെ ഒരു 2 പെട്ടിയും കൂടി കിട്ടാൻ നല്ല സമയമെടുത്തു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഞങ്ങൾ അവസാനം ഞങ്ങളുടെ എല്ലാ പെട്ടികളും കണ്ടുപിടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ജോൺലിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ പറയാണ്ട് വന്ന കാരണം വീട്ടുകാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് എൻ്റെ വീട്ടിലേക്കാണ്, പുതുക്കാട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പുതുക്കാട് പള്ളി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്ര കാലത്തിന് ശേഷം നമ്മുടെ നാട്ടിലെത്തുമ്പോഴുള്ളൊരു സന്തോഷം, ആ ഒരു ഫീലും ഭയങ്കര വേറെ ആയിരുന്നു കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളവിടെ എത്തിയത് ഏകദേശം പുലർച്ചെ 4 മണി ആ ഒരു സമയത്താട്ടോ. അപ്പോൾ ജിബിൻ ആദ്യം മതിലൊക്കെ ചാടിക്കിടന്നു. കാരണം അമ്മ ഗേറ്റ് പൂട്ടിയിടുന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല. ഞാൻ പുറത്ത് നിൽക്കുകയാണ് മതിൽ ചാടാൻ പറ്റാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അമ്മയാണെങ്കിൽ വാതിലും തുറക്കണില്ല. പിന്നെ ഞങ്ങൾക്ക് അത് കൺഫ്യൂഷനായി. അമ്മ ഇനി ഞങ്ങൾക്ക് സർപ്രൈസ് എന്ന് ചേച്ചിയുടെ അവിടേക്ക് എങ്ങാനും പോയെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ച്. പിന്നെ ഞങ്ങൾ ജോൺലീനെ കൊണ്ട് വിളിപ്പിച്ച് അമ്മേനെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിക്കുക ചെയ്തേ. കാരണം അവനാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാർ എടുക്കാനൊക്കെ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമില്ലാണ്ടാവും വിളിക്കില്ല എന്ന് പറയുന്ന കാരണം പിന്നെ അമ്മ ഓക്കെ വാതിൽ തുറന്ന് വരികയാണ്. പക്ഷെ അമ്മയാണെങ്കിൽ ഉറക്കപ്പിച്ച് എഴുന്നേറ്റ് വന്നിട്ടാണെങ്കിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അമ്മയാണെങ്കിൽ ഡോറും തുറക്കണില്ല. ജിബിനാണെങ്കിൽ ആ സൈഡിൽ പോയിട്ട് ഒളിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ വിളിക്കണുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിണ്ടാവും ഞങ്ങൾ എത്തിയെന്നൊക്കെ വിചാരിച്ചു. സർപ്രൈസൊക്കെ പൊളിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ടിക്കറ്റൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഡേറ്റൊക്കെ. അപ്പോൾ ഇവർക്ക് പൂർണ്ണ വിശ്വാസമായി. എന്നിൽ ഒരു സംശയം പോലും അവർക്ക് വന്നില്ല. അപ്പോൾ പിന്നെ അവർ 10-ാം തീയതി എന്നുള്ള മൈൻഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണ ഇത്തിരി ക്ഷീണത്തിലുമായിരുന്നു. അങ്ങനെ ദേ വാതിൽ തുറന്ന് വരികയാണ്. വാതിൽ തുറന്ന് വന്നപ്പോൾ ആദ്യം ഇങ്ങനെ
ഒന്ന് ഞെട്ടി പതുങ്ങിയൊക്കെയാണ് വരണത്. എൻ്റെ പൊന്നെ ഈ ഒരു മൊമെന്റ്, എൻ്റെ പൊന്നു അമ്മേനെ കണ്ടിട്ട് ഞാൻ പറയണ്ട ഒന്ന് വാതിൽ തുറക്കുമ്പോൾ എനിക്കൊന്ന് കയറണം എന്ന് പറയാം. അപ്പം അമ്മയാണെങ്കിൽ അവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ ഒരു സീനും ഉണ്ടായി. ജോണിൽ ഇതൊക്കെ എടുക്കണതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കണതാണെങ്കിൽ അവൻ എടുത്തില്ല. അപ്പോഴേക്കും അവൻ വീഡിയോ ഓഫ് ചെയ്തു. എനിക്ക് ചെറുതായിട്ടൊരു തേപ്പ് കിട്ടി ഗൈസ്. എൻ്റെ ചെടികൾ, എൻ്റെ കാറ്, എൻ്റെ വീട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കൂടി പോയി സർപ്രൈസ് ചെയ്തിട്ട് ജിബിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരൊക്കെ വെളുത്ത് വരുന്നുള്ളൂ. അവരെന്തായാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ സാധാരണ എൻ്റെ എല്ലാ ഉടായ്പകളും ആദ്യം പിടിക്കുക ചേച്ചിയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഞാൻ പറയണതിൽ അവൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇന്നെത്തുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ പ്രൂഫൊക്കെ കൊടുത്ത കാരണം അവർ അതിലങ്ങോട്ട് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളതേ അവളുടെ വീട്ടിലെത്തി. അങ്ങനെ അവർ വാതിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വാതിൽ വന്ന് തുറന്നത് മമ്മിയാണ്, അതായത് ചേട്ടൻ്റെ മമ്മി. കണ്ടപാടി ആളും സ്റ്റക്കായി. ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പക്ഷേ ചേട്ടൻ്റെ അനിയന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനി ചേച്ചി എന്തായാലും നേരത്തെ വരും, പറ്റിക്കണമെന്ന്. പക്ഷെ അവരെന്നാൽ ഇന്നത്തെ ദിവസം എന്നെ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മമ്മിയും ജാതി സപ്പോർട്ടായിരുന്നു. മിണ്ടല്ലേന്ന് പറഞ്ഞിട്ട് റോസുവിനെ വിളിച്ചു. അങ്ങനെ റോസുവിന് സർപ്രൈസ് കൊടുത്തു. അവളും ആകെ സ്റ്റക്കായിരുന്നു. ഉറക്കത്തിൽ നിന്ന് വന്ന് എഴുന്നേറ്റ് ഇങ്ങനെ കാണുമ്പോൾ അവളിങ്ങനെ ആകെ സ്റ്റക്കായി പോയി. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ അവിടെ ഞാൻ കാണാത്ത ഒരു പുതിയ ആളും കൂടി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടി. അവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഉറക്കത്തിൽ നിന്നപ്പോഴേക്കും പിള്ളേരൊക്കെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അങ്ങനെ അവറ്റങ്ങളെയും കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അറിയോ? പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് നേരെ പോയത് ജിബിൻ്റെ വീട്ടിലേക്കാണ്. ഏകദേശം ഒരു രാവിലെ 9 മണി ആ സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മച്ചി ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പച്ചനെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അവരും ആകെ സ്റ്റക്കായി. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സർപ്രൈസ് വീഡിയോ. ചില വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക റെക്കോർഡ് ആവാണ്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.